തൃശൂർ മുൻ മേയർ എം.കെ. വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാജൻ പല്ലന് പിന്തുണ നൽകും. അല്പസമയത്തിനകം രാജൻ പല്ലൻ എം.കെ. വർഗീസിനെ വീട്ടിലെത്തി കാണും. ജെയ്സൺ ചാമവളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജെയ്സൺ, നീക്കങ്ങൾ എങ്ങനെയാണ്? എം.കെ. വർഗീസിനെ നമ്മോടൊപ്പം ചെറിയാനൊരു ഗർവാപ്പസിയാണ്. 5 വർഷം മുമ്പ് കോൺഗ്രസിൽ നിന്ന് പോയതാണ്. അന്ന് സ്വതന്ത്രമായി മത്സരിച്ചു, വിജയിച്ചു, LDF പിന്തുണയോടുകൂടി മേയറായി. പിന്നീട് 5 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നു. എന്താണ് ഇങ്ങ് വീണ്ടും തിരിച്ചു പോകാനുള്ള കാരണം? തിരിച്ചു പോരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്വതന്ത്രനായിട്ടല്ല മത്സരിച്ച. അപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് ഞാൻ പഴയ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. തിരിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷം LDF-ന്റെ പിന്തുണയോടുകൂടിയാണ് ഭരിച്ചത്. ആ ഘട്ടത്തിൽ വേണമെങ്കിൽ UDF-ന്റെ പിന്തുണ അങ്ങേക്ക് സ്വീകരിക്കാമായിരുന്നു. അദ്ദേഹം താങ്കൾ ചെയ്തില്ല. അന്ന് LDF-ന്റെ പിന്തുണയായിരുന്നു. ഇപ്പം തിരിച്ചു പോകുന്നത് കോൺഗ്രസ് ജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ? 100% ഇപ്പോൾ കോൺഗ്രസ് ജയിക്കണം എന്നതിന് എൻ്റെ ആഗ്രഹം. കാരണം ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. അന്നത്തെ സാഹചര്യം അതല്ലായിരുന്നു. അന്ന് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ തൃശ്ശൂർ പട്ടണത്തിനകത്ത് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ഭരണം വേണം. അന്ന് ഭരണം ഉണ്ടായിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധം മാത്രമേ ഞങ്ങളും ഇടതുപക്ഷമായിട്ട് ഞാൻ ഉള്ളൂ. എന്തെങ്കിലും വാഗ്ദാനം നൽകിയിട്ടുണ്ടോ കോൺഗ്രസ്? എനിക്ക് അങ്ങനെ വാഗ്ദാനം വേണമെന്നില്ല. പ്രവർത്തന രംഗത്ത് വാഗ്ദാനമില്ലാതെ വരണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്വമേധയിൽ ലഭിക്കുന്ന ഒരു സംരംഭമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വിവാദികമാണ് കോൺഗ്രസിലേക്ക് മടക്കം. യെസ്. ആരൊക്കെയായിട്ട് സംസാരിച്ച വിഷയം? ഏത് വിഷയം? കോൺഗ്രസിന് നേതാക്കൾ ആരെങ്കിലും വിളിക്കാം? അല്ല, ഇപ്പം ഏറ്റവും വലുത് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ശ്രീ രാജൻ പല്ലൻ ഉണ്ടായിരുന്നു. രാജൻ പല്ലൻ എൻ്റെ അടുത്ത് നമുക്ക് ഒരുമിച്ച് പോകേണ്ട ആൾക്കാരാണ്, നമ്മളൊരു കുടുംബക്കാരാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ എം റെഡി ടു കം വിത്ത് യു. പിന്നെ രാജൻ്റെ സമയവും നല്ലതാണ്, നല്ല സമയമാണ് ഇപ്പോൾ രാജനെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് ചില സമയം വന്നു കഴിഞ്ഞാൽ അതിനെ തട്ടിമറിക്കാൻ ആർക്കും പറ്റില്ല. ഇപ്പോൾ രാജൻ്റെ കാലഘട്ടമാണ്, രാജൻ്റെ സമയമാണ്. രാജന് വിജയം അനിവാര്യമാണ്. അതനുസരിച്ചാണ് മുന്നോട്ട്. അപ്പോൾ ഈ ഭരണം കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ അല്ലേ? എൻ്റെ കാഴ്ചപ്പാട് വളരെ ശക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യം UDF ഭരിക്കുമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പഴയ കോൺഗ്രസ്സുകാരെ വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങുന്നു. അതെ, എൻ്റെ പഴയ തറവാടാണല്ലോ കോൺഗ്രസ്. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളത് അല്ലെങ്കിൽ പോലും അങ്ങനത്തെ സാഹചര്യത്തിൽ അന്ന് സംഭവിച്ചു പോയി. അതുകൊണ്ട് ഞാൻ മടങ്ങാൻ തീരുമാനിച്ചു. ഏതായാലും എം.കെ. വർഗീസ് മടങ്ങുന്നു. നിരവധി വിവാദങ്ങൾ കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. അദ്ദേഹം LDF-നൊപ്പം നിന്ന് ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങുന്നു, സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങുന്നു അദ്ദേഹം വ്യക്തമാക്കുന്നു. ജെയ്സൺ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം ഈ പ്രചാരണത്തിന് LDF-ന് വേണ്ടി പരസ്യ പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് പറയുന്നു. ഒപ്പം സുരേഷ് ഗോപിക്ക് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെയൊക്കെ പ്രകീർത്തിക്കും, അല്ലെങ്കിൽ അക്കാര്യങ്ങളെയൊക്കെ പിന്തുണയ്ക്കുമെന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങൾ വലിയ വാർത്തകളുമായിരുന്നു. അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, 3 മാസത്തിന് ശേഷം തന്റെ നിലപാട് ആർക്കൊപ്പമാണ് എന്നുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുമെന്നുള്ളത്. അതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അദ്ദേഹം ഏത് പാർട്ടിയിലേക്ക് പോകുമെന്ന ആശങ്ക, അനിശ്ചിതത്വമൊക്കെ നിലനിന്നിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രവർത്തനത്തിനും അദ്ദേഹം ആരുമായി സഹകരിച്ചിരുന്നില്ല. 3 മാസത്തിന് ശേഷം തന്നെ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ BJP-യുടെ സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ അന്ന് പ്രചാരം ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം അദ്ദേഹം സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. നിരുപാധികമാണ് തിരിച്ചു വരുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ വിജയമാണ് തന്റെ ലക്ഷ്യമെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തന്റെ സ്വന്തം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സന്തോഷം എം.കെ. വർഗീസ് റിപ്പോർട്ടറുമായി പങ്കുവെക്കുകയായിരുന്നു. ശരി, ഓക്കെ, വ്യക്തമാണ്. തൃശൂർ മുൻ മേയർ എം.കെ. വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന് പിന്തുണ നൽകും എന്നുകൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.